അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞ എന്ന അക്ഷരത്തെക്കുറിച്ചും ച എന്ന അക്ഷരവുമാണ്. അപ്പോൾ ദുറൂസ് അറബി മലയാളത്തിലെ 8ാമത്തെ പാഠം മഞ്ഞൾ. മഞ്ഞൾ എന്ന പദത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഞ എന്ന അക്ഷരത്തെയാണ്. മഞ്ഞൾ. ആദ്യം ഞാനൊന്ന് വായിക്കാം. മഞ്ഞൾ ഞ ഞ. കഞ്ഞി, ഊഞ്ഞാൽ, പഞ്ഞി, ഞാവൽ, ഞായർ, ഞെരിയാണി. കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ നൽകണം. കുട്ടി ഊഞ്ഞാൽ ആടി. ഇതിൽ ഞ എന്ന അക്ഷരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞ എന്ന അക്ഷരത്തെ എങ്ങനെ നമുക്ക് എഴുതാം? ഒരു ജ എഴുതുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? കഴിഞ്ഞു പോയ പാഠത്തിൽ 7ാം പാഠത്തിൽ നമ്മൾ ചക്ക പഠിച്ചിട്ടുണ്ട്. ഈ ചക്കയുടെ ചാൻ്റെ മുകളിൽ ഒരു പുള്ളിയും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫത്ത് ഇട്ടാൽ ഞ അല്ലേ? ച എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു പുള്ളി കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുക. ച എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു പുള്ളി ഇട്ട് കൊടുത്താൽ ഞായായി. അതിന് ശ്രദ്ധ ഇട്ട് കൊടുത്താൽ ഞ എന്നായി. അപ്പോൾ നോക്കൂ നിങ്ങൾ, മഞ്ഞൾ, അതിൻ്റെ താഴെ ഞ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? ചാക്ക് മുകളിൽ ഒരു പുള്ളി കൂടെ നൽകിയില്ലേ? ചാൻ്റെ മുകളിൽ ഒരു പുള്ളി ഇട്ട് കൊടുത്താൽ ഞ എന്നായി. കഞ്ഞി, കഞ്ഞി, അതിൻ്റെ താഴെ കഞ്ഞി, അതിൻ്റെ താഴെ ഊഞ്ഞാൽ, അതിൻ്റെ താഴെ പഞ്ഞി, ഇപ്പുറത്തെ വരയിൽ ഞാവൽ, ഞായർ, ഞെരിയാണി. ഒന്നുകൂടെ മഞ്ഞൾ ഞ ഞ. കഞ്ഞി, ഊഞ്ഞാൽ, പഞ്ഞി, ഞാവൽ, ഞായർ, ഞെരിയാണി. അതിൻ്റെ താഴെ നോക്കൂ, കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ നൽകണം. കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ നൽകണം. കുട്ടി ഊഞ്ഞാൽ ആടി. കുട്ടി ഊഞ്ഞാൽ ആടി. കുട്ടി ഊഞ്ഞാൽ ആടി. അപ്പോൾ ഊഞ്ഞാൽ ഞാൻ നീട്ടണമെങ്കിൽ ഒരു ഫത്ത് കൊടുക്കുക അല്ലേ? ഒരു ഫത്ത് ഇങ്ങനെ മേലോട്ട് കൊടുത്തിട്ട് നീട്ടാൻ വേണ്ടി, ആ ഫത്തതിനെ നീട്ടാൻ വേണ്ടി ഒരു അലിഫ് വെച്ച് കൊടുക്കുക. കുട്ടി ഊഞ്ഞാൽ ആടി. ഇനി ഇപ്പുറത്ത് നോക്കുക, ഒരു കുട കൊടുത്തിട്ടുണ്ട്. കുടക്ക് മലയാളത്തിൽ പുതിയൊരു പേരും കൂടി പഠിക്കുകയാണ് അല്ലേ? ഛത്രം. ഛത്രം. ച ച ഛത്രം. അപ്പോൾ ച എന്ന അക്ഷരം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ച എന്നത് ച എന്ന് എഴുതിയിട്ട് അതിലൊരു ഹാവും കൂടി കൂട്ടി കൊടുക്കുക. ച. ചായ. ഒന്നുകൂടെ ഛത്രം ച ച. ചായ, ഛർദി, ഛേദിച്ചു, ചിഹ്ന ഭിന്നം, ഛായാപദം, ചായം, മഴയത്ത് ഛത്രം വേണം, മുഖച്ഛായ നന്നാവണം. ഒന്നുകൂടെ ഛത്രം ച ച. ഛായ, ഛർദി, ഛേദിച്ചു, ചിഹ്ന ഭിന്നം, ഛായാപദം, ചായം, മഴയത്ത് ഛത്രം വേണം, മുഖച്ഛായ നന്നാവണം. ഇനി അതിൻ്റെ താഴെ അറബി മലയാളത്തിൽ എഴുതാം. അതിന് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഞ്ഞി കുടിച്ചു. രോഗി ഛർദിച്ചു. ഇത് മുകളിൽ നോക്കിയിട്ട് അക്ഷരങ്ങളൊക്കെ കൃത്യമാക്കി എടുത്ത് കഞ്ഞി മുകളിലുണ്ട് അല്ലേ? ഞാൻ എന്നെഴുതാൻ വളരെ എളുപ്പമാണ്. ഞാൻ എന്നെഴുതാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിയും. ഞാൻ ഒരു അലിഫും കൂടി കൊടുത്താൽ ഞാനായി. നൂനിട്ട് സുക്കൂനെടുത്താൽ ഞാൻ. കഞ്ഞി മുകളിലുണ്ട്. കുടിച്ചു എന്നുള്ളത് നമുക്കറിയാം. കുടിച്ചു. അപ്പോൾ വളരെ എളുപ്പം. മുമ്പ് നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ വെച്ച് എഴുതിയാൽ അത് കഴിഞ്ഞു. പിന്നെ രോഗി ഛർദിച്ചു. രോഗി നമ്മൾ രാ പഠിച്ചിട്ടുണ്ട്. അതിന് ഒകാരം കൊടുത്ത് ദീർഘത്തിന് വേണ്ടി വാവ് കൊടുത്ത് ഗി നമ്മൾ മുമ്പ് ഘടികാര പാഠങ്ങളിലൂടെ നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗാനൊക്കെ പഠിച്ചപ്പോൾ പിന്നെ ഛർദിച്ചു എന്നത് നമ്മൾ ഇവിടെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഛർദി എന്നത് വളരെ എളുപ്പത്തിൽ അത് പഠിക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ താഴെയുണ്ട് ഞ ഞി ഞു ച ചി ചു. അപ്പോൾ പാഠം വളരെ വളരെ എളുപ്പമായി തീർന്നു. നിങ്ങൾക്ക് പാഠം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ.